കൂടുതൽ വാർത്തകളിലേക്കാണ്. രാജ്യത്ത് പൗരത്വ ഭേദഗതി നിയമം പ്രാബല്യത്തിൽ. ചട്ടങ്ങൾ ഭേദഗതി ചെയ്തുകൊണ്ടുള്ള വിജ്ഞാപനമിറങ്ങി. പൗരത്വത്തിനായുള്ള നടപടിക്രമങ്ങൾക്കായി ഓൺലൈൻ പോർട്ടൽ തയ്യാറെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. നിയമം പാസാക്കി 4 വർഷത്തിനു ശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് വിജ്ഞാപനം. കേന്ദ്ര സർക്കാർ നടപടിയെ വിമർശിച്ച് പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തി. 9 തവണ മാറ്റിവെച്ച വിജ്ഞാപനം തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് നടപ്പിലാക്കിയതിന്റെ ലക്ഷ്യം ധ്രുവീകരണമാണെന്ന് കോൺഗ്രസ് പ്രതികരിച്ചു. തൗഫീഖ് അസ്ലം ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. തൗഫീഖ്, തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് രാജ്യത്ത് പൗരത്വ ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഈ ഘട്ടത്തിൽ പുതിയതായിട്ട് എന്തെങ്കിലും വിവരങ്ങൾ നൽകാൻ തൗഫീഖിനുണ്ടോ? ഫാരിഷ സൂചിപ്പിച്ചതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന് മുമ്പാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ CAA നടപ്പാക്കുമെന്നായിരുന്നു ആഭ്യന്തരമന്ത്രിയുടെ പ്രതികരണം. അതിന് പിന്നാലെയാണ് ഇപ്പോൾ CAAയുടെ വിജ്ഞാപനം ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വെബ്സൈറ്റുകളും തയ്യാറാണെന്ന് ആഭ്യന്തര മന്ത്രാലയം ഇപ്പോൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പൌരത്വത്തിന് അപേക്ഷിക്കുന്നവർ യാത്രാരേഖകളില്ലാതെ ഇന്ത്യയിലെത്തിയ വർഷം ഈ വെബ്സൈറ്റിൽ നൽകണമെന്നാണ് ആഭ്യന്തര മന്ത്രാലയം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. മറ്റു രേഖകളൊന്നും സമർപ്പിക്കേണ്ടതില്ല. എപ്പോഴാണ് ഇന്ത്യയിലേക്ക് എത്തിയത് എന്ന കാര്യം വിശദമായി തന്നെ വെബ്സൈറ്റിൽ നൽകണമെന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഈ വിജ്ഞാപനത്തിന്റെ പൂർണ്ണ വിവരങ്ങൾ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. അതിനുശേഷം മാത്രമേ എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. 2014 ഡിസംബർ 31 മുമ്പ് ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിയ അഭയാർത്ഥികളിൽ മുസ്ലിം ഇതര വിഭാഗങ്ങളെയായിരിക്കും ഈ പൗരത്വം നൽകുക. ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം രാജ്യത്ത് ആഗമനം ഉണ്ടാവുകയും ചെയ്തിരുന്നു. പ്രധാനമായും മുസ്ലിം വിഭാഗത്തെ ഈ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയതിനെതിരെയായിരുന്നു രാജ്യത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായത്. പാർലമെന്റിലടക്കം ഇതിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറണമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും കേന്ദ്ര സർക്കാർ ഇതിൽ നിന്ന് പിന്മാറാൻ തയ്യാറായിരുന്നില്ല. വലിയ പ്രതിഷേധം അതിനെ തുടർന്ന് രാജ്യത്ത് ഉണ്ടാവുകയും സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഹർജികൾ നിലനിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ ഒരു വിജ്ഞാപനം കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിരിക്കുന്നത്. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നതിന് ശേഷം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യത കൂടിയുണ്ട്. സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് മുസ്ലിം ലീഗ് അടക്കം ഇതിനോടകം തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്.